വിഭാഗീയത തുടരുന്ന ആലപ്പുഴയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുഴുവൻ സമയം പങ്കെടുക്കുന്ന സമ്മേളനം ഇക്കാലയളവിലെ ആദ്യത്തേതാണ്. അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കും സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാകും. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നു. വിഭാഗീയത ഒരു വലിയ തലവേദനയായ ഇടമാണ്. അതുപോലെ തന്നെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, ഇതൊക്കെ കണക്കിലെടുത്ത് തന്നെയാണോ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും സമ്മേളനത്തിലുടനീളം അവിടെ തുടരാൻ തീരുമാനിച്ചതിന് പിന്നിലും? ദിവ്യ, മുഖ്യമന്ത്രി മുഴുസമയം സമ്മേളനത്തിൽ ഇരിക്കുന്ന പതിവ് പുതിയതല്ല. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ ആദ്യമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഏതാണ്ട് 9-ലധികം ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി മുഴുസമയവും ഇരുന്ന് പ്രതിനിധികളുടെ ചർച്ച നേരിട്ട് കേട്ടിരുന്നു. പക്ഷേ ഈ സമ്മേളന കാലയളവിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി 3 ദിവസവും ഇവിടെ ഉണ്ടാകുന്നത്. ഈ ചർച്ച മുഴുവൻ അദ്ദേഹം ശ്രദ്ധിക്കും. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ 3-ാം ദിനം നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ പാർട്ടിയെ പല തലത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കുട്ടനാട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗീയ പ്രശ്നം. വിഭാഗീയത പലയിടത്തും പല തരത്തിലാണെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുട്ടനാട്ടിൽ പാർട്ടിക്കകത്തുണ്ടായ ഭിന്നത അത് മുതലെടുത്ത് CPI ആണ്. CPI ഇത് മുതലെടുത്തതോടുകൂടി തന്നെ ആ സീറ്റ് തന്നെ CPM ഏറ്റെടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാനുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തുനിന്നുണ്ട്. അക്കാര്യം ഇന്ന് പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിക്കും. പ്രത്യേകിച്ച് തകഴി, കുട്ടനാട് ഏരിയ കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രതിനിധികളാവും അക്കാര്യം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അതിന് സംസ്ഥാന നേതൃത്വം മറുപടി പറയും. അതോടൊപ്പം തന്നെയാണ് കൊഴിഞ്ഞുപോക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സംസ്ഥാനത്ത് നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. പ്രത്യേകിച്ച് കായംകുളം ഏരിയ കേന്ദ്രീകരിച്ച് കൊഴിഞ്ഞുപോക്ക് BJPയിലേക്ക്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാവേലിക്കലിലടക്കം കോൺഗ്രസിലേക്കുള്ള കൊഴിഞ്ഞുപോക്കൊക്കെ ഉണ്ടായിരുന്നു. BJP 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP 1-ാം സ്ഥാനത്തേക്ക് വരികയും 3-ാം സ്ഥാനത്തേക്ക് CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്, കായംകുളത്തെ ചില പഞ്ചായത്തുകളിലും മുനിസിപ്പൽ ഏരിയകളിലും ഒക്കെ മാറി എന്ന ഒരു പ്രശ്നം CPMനെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നേതൃത്വത്തിന് മറുപടി പറയുന്ന വിധത്തിലുള്ള ചോദ്യം സുധാകരൻ സമ്മേളന വേദിയിലേക്ക് എത്തില്ലേ? ദിവ്യ, സുധാകരൻ സമ്മേളന പ്രതിനിധിയല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്നാൽ പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് നേരത്തെ ജില്ലാ സെക്രട്ടറി അറിയിച്ചിരുന്നു. കാരണം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യത്തോടു കൂടി അദ്ദേഹം സജീവമാകും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ പ്രതിനിധി സമ്മേളനത്തിനകത്ത് സുധാകരനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പ്രതിഭ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഒക്കെയും പ്രതിനിധികൾ ഉന്നയിക്കാനും അതിന് മറുപടി നൽകാനുമുള്ള സാധ്യതയുണ്ട്. കരിമണൽ ഖനനമടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടി വിഭാഗീയതയ്ക്കിടയിലും അതുപോലെ തന്നെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനിടയിലും ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങളാണ് ഷൈജു ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.